പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൊല്ലം കമ്മീഷണർ ഓഫീസിൻ്റെ മുൻവശമാണ്. വൃദ്ധരായ രണ്ട് വ്യക്തികളാണ്. നമ്മൾ കൊല്ലം മുണ്ടക്കൽ ഉദയമാർത്താണ്ഡഞ്ചേരി താമസിക്കുന്ന വ്യക്തികളാണ്. ഈ അമ്മ കണ്ണുനീരോടാണ് ഇവിടെ നിന്നും പരാതി എഴുതുന്നത് ദൃശ്യങ്ങളിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ പ്രയാസങ്ങൾ നമുക്കറിയാൻ പറ്റും. വൃദ്ധരായ ഇവരെ വീടിൽ നിന്നും ഇറക്കി വിടാനുള്ള തീരുമാനമാണ്. ഈ വൃദ്ധനായ അമ്മ പേരെന്തുവാണ്? എന്താ പേര്? മുരുകൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ചികിത്സയ്ക്കായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ആളാണ്. അവരുടെ സ്വന്തം വീട് അവർക്ക് പണയം വെക്കാനോ വിൽക്കാനോ പറ്റാതെ സ്വന്തം മക്കൾ തടയുന്ന പരാതിയാണ് തുടരുന്നത്. അപ്പോൾ അങ്ങനെയാണ് അമ്മ അവിടെ സംഭവം. അമ്മയുടെ എത്രാമത്തെ മോളാണ് ഇപ്പോൾ തടയുന്നത്? മൂന്നാമത്തെ മകൾ മഞ്ജു എന്ന് പറയുന്ന അജയനും മഞ്ജു അവർ ഭാര്യയും ഭർത്താവും. അവർക്ക് വേറെ കോർപ്പറേഷനിലെ വീടും സ്ഥലവും കിട്ടുമ്പോൾ മാറാന്ന് പറഞ്ഞാണ്ട് താമസിക്കുന്നു. ഒരു ചായ്പ് കെട്ടി താമസിച്ചു. ഇപ്പൊ അവർക്ക് അതൊക്കെ കിട്ടി. കൈകൊണ്ട് പിടിച്ചു. അവർക്ക് അതൊക്കെ കിട്ടിയിട്ടും അവര് മാറുന്നില്ല. തന്തയ്ക്ക് ചികിത്സയ്ക്ക് കൊണ്ടുപോയി 1500 രൂപ വീതം 3 ദിവസം കൂടുമ്പോൾ മരുന്നിന് വേണം. എനിക്കൊരു നിവൃത്തിയില്ല. ഞാൻ വെളുപ്പാരാവിലെ പോയി വല്ല തട്ടുകടയിൽ പോയി പാത്രങ്ങൾ കഴിയും, വല്ലൊരു ബാത്റൂമൊക്കെ കഴിയാൻ ഞാൻ കഴിയുന്നു. ഈ തന്തയെ കൊണ്ട് ആശുപത്രിയിൽ പോകുന്നത്. മൂത്തവളാണെങ്കിൽ വല്ല ആഹാരങ്ങൾ കൊടുത്തോണ്ടിരുന്ന് അതുപോലെ കൊടുക്കാൻ സമ്മതിക്കാതിരുന്നു. ഇവര് നിരന്തരം ഇവര് അവിടെ പോയി ചെന്ന് മൂത്ത മോള് പോയിച്ചോണ്ട് പറഞ്ഞു അച്ഛനെ വീട് വിറ്റ് അച്ഛൻ്റെ ചികിത്സ നോക്കണമെന്ന് പറഞ്ഞപ്പോൾ അവളെ കയറി ചീത്ത വിളിക്കുകയും പള്ളു വിളിക്കുകയും ചെയ്തു. മൂത്ത മോളെ പേരെന്തുവാ? ധനലക്ഷ്മി. അവരിപ്പോ എവിടെ ഉണ്ട്? അവരങ്ങ് പിന്നെ മടനടയെടുത്ത് താമസിക്കുക. അവരങ്ങ് മാറിപ്പോയി. അമ്മ എത്രാമത്തെ മകളാ ഇപ്പൊ വീട്ടിലുള്ളത്? മൂന്നാമത്തെ മകളുടെ പേര് മഞ്ജു. ഈ മഞ്ജുവിന് എത്ര മക്കളുണ്ട്? മഞ്ജുവിന് 3 മക്കളുണ്ട്. ഹസ്ബൻഡും ഉണ്ട് അവിടെ? മഞ്ജുവിന്റെ ഭർത്താവിന് എന്ത് ജോലി? അവന് ഒരു ജോലിക്കും പോകത്തില്ല. അവർക്ക് എന്തെങ്കിലും ബിസിനസ് ഒക്കെ ഉണ്ട്? അവർക്ക് തട്ടുകടയൊക്കെ ഇട്ട്. എന്നിട്ട് നിങ്ങളെ ദ്രോഹിക്കാനായിട്ട് നിങ്ങളെ വീട്ടിൽ കയറി കിടക്കുവാണോ? അപ്പൊ നിങ്ങൾക്ക് ചികിത്സിക്കാനായിട്ടോ അവര് സഹായിക്കാനോ തയ്യാറാവത്തില്ല? ഇല്ല. അപ്പൊ ആരുടെ പേരിലാണ് ഇപ്പൊ എതിർ പെറ്റീഷൻ അവർ കൊടുത്തിരിക്കുന്നത്? മഞ്ജുവിന്റെ പേർക്ക് എനിക്ക് പരാതിയുള്ളൂ. പരാതി അവർക്ക് നിങ്ങൾക്കെതിരെ അവര് പരാതി കൊടുത്തിരിക്കും. അവര് ഇതുപോലെ പരാതി കൊടുത്ത് പോയി ധനലക്ഷ്മി മൂത്തവള് പോയി സംസാരിച്ച് അച്ഛന് വേണ്ടി വീട് മാറി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ്റെ ചികിത്സയ്ക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആവശ്യമില്ല. അത് അകത്ത് കയറി ചെന്ന് തന്നെ പല്ലൊക്കെ ഇടിച്ചു പൊളിച്ച് അവൾ അന്ന് രാത്രി 6 മണിക്ക് കൊണ്ടുപോയി കേസ് കൊടുത്തു. എൻ്റെ സ്വന്തമായിട്ട് ഇടിച്ചു പൊളിച്ചിട്ട് കേസ് കൊടുക്കുക. മൂത്തവള് വന്ന് പോലീസുകാർ വിളിച്ചായിരുന്നു നിങ്ങളെ? കേസ് കൊടുത്ത് അവര് എൻ്റെ കൊച്ചുമോനെ വേണമെന്നും പറഞ്ഞിട്ട് മോൻ ഇവിടെ ഇല്ല, അവൻ എറണാകുളത്ത് നിൽക്കുക ജോലിക്ക്. അവ എറണാകുളത്ത് പോയതിൻ്റെ അന്നാണ് ഈ പ്രശ്നം ഇവിടെ നടന്നത്. അന്ന് അവൻ ഒരു പേപ്പറിന് വേണ്ടി ഇവിടെ വന്നപ്പോഴാണ് ഈ പ്രശ്നം. അവൻ വന്ന് തള്ളയും വിളിച്ചോണ്ട് അങ്ങ് പോയി കഴിഞ്ഞ് രാത്രി ആയപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇവിടെ ഭാര്യയും ഭർത്താവും കൂടെ ആശുപത്രിയിൽ നിൽക്കുന്നു. മൂത്ത പിന്നെ കൊച്ചുമോനും തള്ളയും കയറി അടിച്ചെന്നും പറഞ്ഞു. പരാതി കൊടുത്ത ആ മകൻ ഇപ്പോൾ ഒളിവിലാണ്. ആ മകനെ ഒളിവിലാക്കി ആവശ്യമില്ലാതെ ഇങ്ങനെ പല പ്രാവശ്യം ഇങ്ങനെ കേസ് കൊടുക്കുന്നത്. സ്വന്തം അനിയത്തിയുടെ മോനാണ്. അപ്പം അത് മറ്റത് വല്യമ്മച്ചിയാണ് പയ്യന്റെ വല്യമ്മച്ചി തന്നെ ഈ പയ്യന്റെ പേര് കേസ് കൊടുത്തിരിക്കുക. അപ്പം വളരെ ഇപ്പം എന്താ ഏത് ഹോസ്പിറ്റലാ ചികിത്സ? അനിയത്തി മൂത്തത്. അപ്പൊ എന്താ ആയിക്കോട്ടെ. അപ്പം നിങ്ങളുടെ ഇപ്പൊ ചേട്ടൻ എന്തോ ഇപ്പൊ അസുഖമായിട്ട് എന്തോ? ഹോമിയോപ്പതിയിലാണ്. അതെ തോൽപ്പുറത്തെ അല്ലേ അതിനകത്ത്? ഓക്കെ. അപ്പോൾ ചികിത്സയ്ക്ക് പോകാൻ നിവൃത്തിയില്ലാതെ മക്കളുടെ ശല്യം കൊണ്ട് ഇപ്പം റോഡ് അരുവില്ല. വീട് വിൽക്കണം. നിങ്ങൾക്ക് വീട് വിൽക്കണം. ചികിത്സയ്ക്ക് വീട് വിൽക്കണം. നിങ്ങളുടെ പേരിലാണ് അല്ലേ? ചേട്ടൻ്റെ പേരെന്താന്ന് പറഞ്ഞ്? മുരുകൻ ചേട്ടൻ്റെ പേരിലിരിക്കുന്ന വസ്തുവും വീടും വിറ്റിട്ട് നിങ്ങൾ ചികിത്സ നടത്തണം. അങ്ങനെ നടത്താൻ അപ്പോൾ നിങ്ങൾ കമ്മീഷണർക്കാണ് പരാതി കൊടുക്കുന്നത്? കമ്മീഷണർക്ക് പരാതി കൊടുക്കുകയാണ്. എന്തായാലും ഇവർക്ക് പ്രിയപ്പെട്ട അധികാരികൾ ഈ വൃദ്ധരായവരുടെ അവർക്ക് വേണ്ടി മാത്രം നമുക്ക് ഒന്ന് മുന്നോട്ട് നീങ്ങണം. സത്യസന്ധപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇടപെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് തുടരും. മറ്റ് എതിർ കക്ഷിയുടെ വാദവും കൂടെ നമ്മൾ കേൾക്കും. ഹർജി കക്ഷിയുടെ വാദമാണ് നമ്മളിപ്പോൾ അവരുടെ പരാതിയാണ് നമ്മളെ ചാനലിലൊക്കെ പങ്കുവെച്ചത് നമുക്കറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ അവരുടെ അഭിപ്രായങ്ങൾ അറിയും. അവർ പറയുന്നതും ഒക്കെ കൂട്ടിച്ചേർത്തായിരിക്കും പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇവർ കമ്മീഷണർ ഇത് പരാതി കൊടുക്കാനായി പോവുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ മറ്റ് വാർത്തയും മറ്റ് വിശേഷങ്ങളുമായി വീണ്ടും വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.